പഴയകാല ഓർമ്മകൾ അധികമൊന്നുമില്ല കേട്ടോ. എന്ന് പറയുമ്പോൾ ചില കല്യാണങ്ങളോ അല്ലെങ്കിൽ ആകസ്മികമായി എടുക്കുന്ന ചില ചിത്രങ്ങളോ, അത്തരം ചിലതാണ് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് പോലും കാട്ടിത്തരുന്നത്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് അധികമൊന്നും ഈ ഫോട്ടോ എടുപ്പും അല്ലെങ്കിൽ എന്താ പറയുക, ഫാമിലി ഗെറ്റ് ടുഗദറും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്തരം ഓർമ്മകൾ വളരെ വിരളമാണ് എൻ്റെ ജീവിതത്തിൽ. കൂടാതെ ഞാനൊരു എന്താ പറയുക, വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമുള്ളൊരു ഫാമിലിയിൽ നിന്നായിരുന്നു. അച്ഛനും അധികം ബ്രദേഴ്സും സിസ്റ്റേഴ്സ് ആരും ഇല്ല, അമ്മയ്ക്കും അതുപോലെ തന്നെയാണ്, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കസിൻസ് എന്ന് പറയാനും മറ്റും നമുക്ക് പറയത്തക്ക ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ കല്യാണങ്ങൾ ഇതൊക്കെ വളരെ വിരളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴാണ് നമുക്കൊരു എന്താ പറയുക, ഒരു ഫോട്ടോ എടുക്കുന്നതും മറ്റും. എൻ്റെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഫോട്ടോ എടുപ്പുകൾ ഒക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്നും വരുന്ന എനിക്ക് അത് സാധാരണ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്, ഇപ്പം ജനിച്ചാൽ മതിയായിരുന്നു. കാരണം ഇന്നത്തെ തലമുറയ്ക്കൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ. എല്ലാം, അതായത് അവർക്ക് മൊബൈൽ ഫോൺ ആണെങ്കിലും എല്ലാം എല്ലാവർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ആർക്കും കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വേറൊരു രീതി ചിന്തിച്ചാൽ എനിക്ക് തോന്നും, എപ്പോൾ ജനിച്ചാലും എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. അതായത് ഏതാണോ കാലഘട്ടം അതിനും ഒരു ബിലോ ആവറേജ് ആയിട്ടായിരുന്നു എൻ്റെ ജീവിത രീതികളെല്ലാം തന്നെ. അപ്പോൾ പിന്നെ ഞാൻ എപ്പോൾ ജനിച്ചിട്ടും കാര്യമൊന്നുമില്ല. അന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ നടക്കുന്നു അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതെനിക്ക് അറിയാലോ, എൻ്റെ ലൈഫ് ഞാൻ അങ്ങനെയാണല്ലോ കടന്നു വന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം ഏതാണ് അവസ്ഥ എന്നുള്ളതെല്ലാം. അപ്പോൾ ഒരു കാര്യം ഞാൻ അതിൽ നിന്നും പഠിച്ചത് എന്താണെന്നറിയോ, നമ്മൾ എപ്പോൾ ജീവിക്കുന്നു എന്നതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ ജനിക്കൂ, ഇനി 10 വർഷം കഴിഞ്ഞ് ജനിച്ചാൽ മതി എന്നൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ലാന്നേ. നമ്മൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഞാൻ വളരെ വൈകിയാണ് കേട്ടോ തിരിച്ചറിഞ്ഞത്. കാരണം എൻ്റെ ജീവിതം തന്നെ അതൊരു ഉദാഹരണമാണല്ലോ. എനിക്ക് എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഉപയോഗിച്ച റിസോഴ്സുകളെല്ലാം തന്നെ വളരെ പരിമിതമായിരുന്നു. ഒരു ഡ്രസ്സാണെങ്കിലും ഒരു ഗാഡ്ജറ്റ് ആണെങ്കിലും ഒന്നും തന്നെ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം കൊതിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്ക് ഓർക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടിയായിരുന്നു. എനിക്ക് അവരോട് ഡിമാൻഡ് ചെയ്തത് വാങ്ങിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി സാഹചര്യം, സാമ്പത്തിക സാഹചര്യം ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്താ പറയുക, ഒന്നും പ്രാവർത്തികമാക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ എടുത്തു നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. അതിൻ്റെയും ബിലോ ആവറേജ് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുക, ഞാനിങ്ങനെ ജീവിക്കുന്ന നിമിഷം, ഞാനിപ്പോൾ ജീവിക്കുന്ന നിമിഷത്തെ ഞാൻ മനോഹരമാക്കാൻ ശ്രമിക്കാത്തൊരു വ്യക്തിയാണ്. എന്നെപ്പോലെ ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം നിലവിൽ നിൽക്കുന്ന സാഹചര്യം എന്താണോ അതിനനുസരിച്ച് നിൽക്കാതെ നമ്മൾ കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്കുള്ള ഒരു പാഠാണ്. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിത സാഹചര്യം എന്താണെന്ന് നോക്കൂ, അതിനനുസരിച്ച് ജീവിക്കൂ. അല്ലാതെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ജീവിതം സന്തോഷമാക്കുക, മനോഹരമായി ജീവിക്കുക, അത്രയേ ഉള്ളൂ ഇന്നത്തെ ലെസൺ.